ഏകദേശം 3.5 ലാക്ക് ആയിരുന്നു ഒരു വീഡിയോക്ക്. ഞങ്ങൾ എല്ലാ പഴുതുകൾ അടച്ചുള്ള പണിയായിരുന്നു ഞങ്ങൾ ചെയ്തത്. എല്ലാ പഴുതും അതിന് വരും വരായൊക്കെ ചിന്തിച്ചിട്ടാണ് പരിപാടി ചെയ്തത്. അതുകൊണ്ട് കുറേ ആലോചിച്ചു. രാത്രി കിടക്കുമ്പോൾ വരെ എങ്ങനെ ആലോചിക്കും, കുട്ടി എങ്ങനെ തള്ളാം, അതിനെങ്ങനെ കണക്ഷൻ കൊടുക്കും, എത്ര ആളതിന് പുറകിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ വരെ ആലോചിച്ചു. ഏത് ദിവസം ഷൂട്ട് ചെയ്യണം. ഇതിലെന്താണ് ലാഭം, ഇതിലെന്താണ് ഇങ്ങനെ ആളുകൾ വീഡിയോ ഇട്ട് എന്താണ് ഗുണം എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ എന്നെ കാണിക്കാതെ ഏകദേശം ഒരു 3000-4000 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിവസവും 5-6 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, പല ടിപ്സുകളായിട്ട്. ഇൻഫർമേഷൻ വീഡിയോസ്. ഞാൻ ശരിക്കും ഒരു ടെക് വ്ളോഗറാണ് ശരിക്കും. പിന്നെ ടെക് വ്ളോഗ് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. എനിക്കൊരു മേഖല ഉണ്ടാക്കണം, ഞാൻ അതിലൂടെ പോകണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മുടെ ഈ ഫുഡ് ചാനലിലേക്ക്. ഈ ഫുഡ് ചാനലിൽ വരാനും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിതിൽ ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ യൂട്യൂബ് ഫീൽഡിനകത്ത് ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ശേഷം ഞങ്ങൾ പല സാധനങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് മാത്രം. ഓരോരോ സാധനങ്ങളായിട്ട് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ വന്നത്. ഒരു രസം. ചിലതൊക്കെ നമുക്ക് ചിലവാക്കിയ പൈസ പോലും തിരിച്ചു കിട്ടില്ല, ചില വീഡിയോസൊക്കെ. ഞാനിതിൽ ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ യൂട്യൂബ് ഫീൽഡിനകത്ത് ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് എന്തോ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. പിന്നെ വളരെയാണ് നമ്മൾ കുക്കിംഗ് ചാനലിലേക്കൊക്കെ മാറി. അല്ലാതെ നമ്മൾ പിന്നെ ശേഷം ഞങ്ങൾ പല സാധനങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് മാത്രം. ഓരോരോ സാധനങ്ങളായിട്ട് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ വന്നത്. ഒരു രസം. ഇപ്പം നമുക്ക് യൂട്യൂബിൽ റവന്യൂ എത്രയുണ്ട് നമുക്ക് ജസ്റ്റ് ഊഹിക്കാൻ പറ്റും. പക്ഷേ വീഡിയോസ് കാണുമ്പോൾ എക്സ്പെൻസീവ് വളരെ കൂടുതലാണ് ഓരോ വീഡിയോക്കും പുറകെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അത്ര പോലും ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടാതെ വരും. സോ ഇതെങ്ങനെ ശരിക്കും ബാലൻസ് ചെയ്യണേ? ഇപ്പം നമ്മളൊരു 1,00,000 രൂപ ചിലവാക്കിയൊരു വീഡിയോ ഇട്ടു, അതിന് റീച്ച് കുറവാണെങ്കിൽ മറ്റ് വീഡിയോകൾ ഇതിനോടൊപ്പം റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നഷ്ടമാണെങ്കിൽ മറ്റേതിൽ ലാഭം ഉണ്ടാവും. അങ്ങനെ ചിലതൊക്കെ നമുക്ക് ചിലവാക്കിയ പൈസ പോലും തിരിച്ച് കിട്ടില്ല, ചില വീഡിയോസൊക്കെ. ചിലത് നമുക്ക് ചെറിയ വീഡിയോസ് നമുക്ക് ചിലവാക്കണേക്കാൾ കൂടുതൽ കിട്ടും. അപ്പോൾ അതിനങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് നല്ല ചിലവാണ്. ഈ ഫുഡ് ഉണ്ടാക്കണതിൽ ഭയങ്കര ചിലവാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ എന്നറിയാം. നമുക്ക് ഏറ്റവും വിഷമ കാര്യം വീഡിയോസ് എണ്ണം കുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫാൻസിന് കുറച്ച് വിഷമമുണ്ട്. സോ ഈ ഒരു റീസൺ ഉണ്ടോ ശരിക്കും ബിസിനസ്സിലേക്ക് തിരിയാനൊരു തീരുമാനവും? അതെ, ബിസിനസ്സിലേക്ക് തിരിയാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ മേഖലകൾ മാറി പിടിക്കാന്നുള്ളത്. നമ്മൾ 2018 ഞാനിത് 12 പരിപാടി ചെയ്തു, അത് 18 ഇപ്പോൾ വേറെ മാറ്റി. ഇതിപ്പോ 25 വേറെ മാറ്റാം. പക്ഷെ ഇതിലുണ്ടാവും, യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും നമ്മളെ വിശ്വസിച്ച് വന്ന കുറേ പ്രേക്ഷകരുണ്ട്. അവർക്ക് മാസത്തിൽ 2-3 വീഡിയോ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും മെനക്കണം. അത് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഞങ്ങളിട്ട് ലൈവിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങൾ മറക്കരുത്, ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്കൂടെ എന്തായാലും വീഡിയോ ചെയ്യും. കാരണം നമ്മൾ വഴിയിൽ ഉപയോഗിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ തുടർന്ന് ഇങ്ങനെ പോവുക, അതിൻ്റെ കൂടെ ബിസിനസ്സിനെയും കൂടെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഇപ്പം ഫിറോസ്ഖാന്റെ വീഡിയോക്ക് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എണ്ണം കുറക്കുമ്പോൾ എന്തായാലും വിഷമവും വരും. ഈ ഓഡിയൻസിന്റെ അഭിപ്രായം നോക്കിയിട്ട് വീഡിയോസ് ചെയ്യാറുണ്ടോ? കാരണം ഇപ്പൊ നമ്മള് ഫണ്ണായിട്ടും ട്രോളായിട്ടും പറയാറുണ്ട്, വലിയ ജീവനെ കണ്ട ഫിറോസ്ഖാന് മുമ്പ് പോകണ്ട, അതിപ്പോ ഫ്രൈ ആക്കി കഴിക്കും എന്ന് ട്രോളായിട്ട് ഒത്തിരി വരാറുണ്ട്. അത്ര ട്രോള് കാണാറില്ലേ? ഈ ട്രോളൊക്കെ ആസ്വദിക്കാറുണ്ടോ ശരിക്കും? അല്ല, ഇത് ഇങ്ങനെയല്ലേ നമ്മള് വിചാരിക്കുന്നത്, നമ്മളെ ട്രോൾ ചെയ്യണത് മാത്രമല്ല, ഇങ്ങനെ കുറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മേഖല പിടിച്ചു നിൽക്കുന്നുള്ള. ട്രോളുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴെന്താണ് ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കും. ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കാതെ നമ്മൾക്ക് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ എല്ലാവരും വേണം എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ പ്രശ്നങ്ങളുള്ള ജ്യേഷ്ഠനും മറ്റുള്ളവർക്ക് കൂടി പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാനും സംസാരിക്കാനും വിഷയങ്ങൾ ഉണ്ടാകുക. അതുപോലെ ആളുകൾക്ക് മേഖലയിലേക്ക് വരണമെങ്കിൽ എല്ലാവരും ഇതിനകത്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ശരിയല്ല എന്നുള്ളതല്ല, എല്ലാവരും ഈ മേഖലയിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മേഖലയിലൂടെ പോകാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയൊരു ആനിമലിനെ കുക്ക് ചെയ്തിട്ടുള്ള ഫ്രൈ ചെയ്തിട്ട് കഴിച്ചിട്ടുള്ളത് ഏതൊരു ഐറ്റം ആയിരിക്കും, ഏതൊരു വൃത്തമായിരിക്കും? ഏറ്റവും വലിയ അനിമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലുത് പോത്തൊക്കെയാണ് കൂടുതൽ ഏറ്റവും വലുതായിട്ട് ചെയ്യുന്നത്. ഒട്ടകത്തിനേക്കാൾ വെയിറ്റ് ഉണ്ട് ഞങ്ങളിവിടെ ചെയ്തൊരു പോത്തിട്ടാണ്. അതായത് 500 കിലോയുടെ മേലുണ്ട്. ഒട്ടകം ശരിക്കും പറഞ്ഞാൽ 300 കിലോ ആണ്. പക്ഷെ ഏറ്റവും വലിയ അനിമൽ നമ്മൾ ചെയ്ത് പറഞ്ഞ ഈ ഒരു ക്രൊക്കഡൈലിനെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭീകരജീവിയാണല്ലോ. അതാണ് നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഈ ഇത്ര ഇപ്പൊ പറഞ്ഞു, ഓക്കെ, മുതൽ നമ്മൾ ചെയ്ത കാര്യം പറഞ്ഞു, ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം, ഇത് കഴിക്കണം, ഷൂട്ട് ചെയ്യണം എന്നൊരു എക്സൈറ്റ്മെന്റിൽ ചെയ്ത വീഡിയോ ഏതായിരുന്നു? അത് നമ്മൾ മാനായിരുന്നു. മാന് നമ്മൾ ദുബായിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ സംഭവം ഇവിടെ കിട്ടാത്ത എന്താണോ അതിനോട് ആളുകൾ ആർത്തി കൂടുന്നുള്ളൂ. മനസ്സിലായി, കിട്ടുന്നത് പിന്നെ സുലഭമല്ലേ. അപ്പോൾ കിട്ടാത്തൊരു സാധനത്തിന് ആർത്തി കൂടും. നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം എന്നുള്ളതാണ് നമ്മുടെ മാനിന്റെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ദുബായിൽ വെച്ചത് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ലുലുവിലൊക്കെ നമുക്ക് ഇത് കിട്ടും.
ലുലു മാത്രം എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് മാനിൻ്റെ ഇറച്ചി വാങ്ങിക്കാൻ പറ്റും. പിന്നെ മാനിന് വളർത്താനുള്ള ഫാമുകളുണ്ട്, അവിടെ അറബികൾക്ക് വാങ്ങി കഴിക്കുന്നതാണ്. അതായിരുന്നു നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു സാധനം. അത് രതീഷ് ഉണ്ടായിരുന്നില്ല, ഞാനാണ് പോയത്. എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഞങ്ങളത് കണ്ടുപിടിച്ചു. അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതാണല്ലോ. അങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടി. മിസ് ചെയ്യുന്നു തോന്നിയോ? ഒരിക്കൽ പോയി കഴിച്ചിട്ടുണ്ട്. ദുബായിൽ വന്നിട്ടുണ്ട് രതീഷ്. അപ്പൊ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ആസ്വദിക്കുന്ന ഇവിടെ നമുക്കത് കിട്ടാത്തതാണ്. ഇവിടെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7 വർഷം വരെ നമുക്ക് ജയിലിൽ കിടക്കാം സുഖമായിട്ട്. കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു മീറ്റ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിച്ചതിൽ പറ്റി ഏറ്റവും ടേസ്റ്റിലെ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം പോത്ത് തന്നെയാണ്. ആണോ? അത് എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര രുചിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് മട്ടനാണ്. കോഴി 3ാമത്തെ ഇതിൽ കൊടുക്കുന്നത് നമ്മൾ 3ാം സ്ഥാനത്താണ്. പക്ഷെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കോഴിയാണ്. കാരണം എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ പറ്റും, വിലയും കുറവാണ്. അതുപോലെ പോത്തും എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഈ മാൻ, മുതല, അതുപോലെ പാമ്പ്, ഇതൊക്കെ നമുക്ക് കാണുമ്പോ ആ സാധനം വരും. പക്ഷെ ഈ കൂട്ടത്തിൽ ഏതാ ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിച്ചു. ഞാൻ പാമ്പ്, മുതല ഞാൻ കഴിച്ചിട്ട്, മുതല ചെറിയൊരു കഷ്ണം ഞാൻ കഴിച്ചത്, ചെറിയൊരു ഒരു എന്താ അതിന് രുചി എന്നറിയാൻ വേണ്ടി അതിൽ ചിക്കൻ രുചി പോലെ എനിക്ക് ഫീൽ ചെയ്ത്. പാമ്പിന് ഞാൻ കഴിച്ചില്ല, നമ്മൾ അവിടുത്തെ ആളുകൾ കൊടുത്താണ്. മുതലേ ഞങ്ങൾ അവർ കൊടുത്താണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞ ശേഷം അവർക്ക് തന്നെ കൊടുത്തത് ഭയങ്കര ഹാപ്പിയായി. തായ്ലാൻഡിൻ്റെ ആളുകൾക്ക്, തായ്ലാൻഡിൽ വെച്ചായിരുന്നു അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത്ര എക്സ്പെൻസീവായ സാധനം, ഇത്രയും വലിയൊരു സാധനം ഫ്രീ ആയി കിട്ടാണല്ലോ. അങ്ങനെ അവർ പ്രാർത്ഥനകളൊക്കെ ഓർക്കും. താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഈ കഴിച്ചതിൽ വെച്ചിട്ട് അത്ര ടേസ്റ്റ് ഇല്ലാത്ത ഒരു വിയേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ കുക്ക് ചെയ്ത് കഴിച്ചില്ലേ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക്. ഇല്ലല്ലേ, അങ്ങനെ ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഭക്ഷണമല്ലേ, അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം അത് കിട്ടാത്ത പല ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങ് തോന്നിയാലും നമ്മൾ മിണ്ടരുത്. ഇപ്പം ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പൈസ പൊളിഞ്ഞ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? പുട്ടിനാണ് പോകുന്നത്. ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ആയത്. ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഏകദേശം 3.5 lakh ആയിട്ടുണ്ട് ഒരു വീഡിയോക്ക്. ഞങ്ങളുടെ എൻ്റെ സാലറി ഒഴിച്ചിട്ടാ, എൻ്റെ ശമ്പളം ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികൾ മാനേജ് ചെയ്യുക. 1.5 മാസമാണ് ഞങ്ങൾ എൻ്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറ്റി, അതിൻ്റെ പൈപ്പ് ബാംഗ്ലൂരിൽ നമ്മൾ വരുത്തിയതില്ലേ, പൈപ്പ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്, അങ്ങനെ കുറേ എക്സ്പെൻസ് ആയിരുന്നു അതിനകത്ത്. പിന്നെ അതിൻ്റെ മുള മാത്രം ഏകദേശം 10-30,000 രൂപയുടെ മുള മാത്രം വാങ്ങിച്ചിട്ട് ഇതിന് കെട്ടിപ്പൊക്കാനായിട്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് അത്ര എക്സ്പെൻസ്. പുറത്തൊരാളെ വെച്ച് ചിലപ്പോൾ ഇതിൽ കൂടുതൽ എക്സ്പെൻസ് ആവും. ഈ പുട്ടിന് ഐഡിയ ആരാ ശരിക്കും വന്നേ, കൊണ്ടുവന്ന ആരാ ശരിക്കും? പുട്ട് ഞാൻ തന്നെയാണത് ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിച്ചത്. പുട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 3 വർഷം മുന്നേ, 3 വർഷം 4 വർഷമായിരുന്നു ഞങ്ങളിത് എൻ്റെ മനസ്സിൽ വലിയൊരു പുട്ടുണ്ടാക്കണം എന്നുള്ളത്. പുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ കേരളത്തിന്റെ അഭിമാനം. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു 18 അടി ഒരു പുട്ട് ഒരു ടീമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ക്രോസ് ചെയ്യുക, അതിന് മുകളിലേക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ 18-20 ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കടത്തി വെട്ടാനുള്ള ഒരു പരിപാടിയല്ലേ. അപ്പൊ ഞങ്ങളൊരു 35 അടി പ്ലാൻ ചെയ്തു. ഏകദേശം 28 അടി പുട്ടും, 30 അടിയാണ് പുട്ടുകുറ്റി, 2 അടി അതിന് താന്നു പോയ കുറവുണ്ടായിരുന്നു. 28 അടി പുട്ടും 5 അടി ഇതിന്റെ സാധനവും ടാങ്ക്, അങ്ങനെ 33, 35 അടി ഹൈറ്റ് ആയിരുന്നു അത് മൊത്തം. ഞങ്ങൾ ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ടേ ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതെങ്ങനെ പ്രാക്ടിക്കലി അതെങ്ങനെ ചെയ്യുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ ഇത് എങ്ങനെ വരും, അത് എപ്പോഴും തുടക്ക സമയത്ത് കൺഫ്യൂഷൻ ആയിരുന്നു. അല്ല, അതിന് ഞങ്ങൾ എല്ലാ പഴുതുകൾ അടച്ചുള്ള പണിയായിരുന്നു ഞങ്ങൾ ചെയ്തത്. എല്ലാ പഴുതുകളും അതിന് വരായൊക്കെ ചിന്തിച്ചിട്ടാണ് പരിപാടികൾ ചെയ്തത്. പെട്ടെന്ന് ചാടി ഇറങ്ങി നമ്മൾ ചെയ്തല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തല്ല. അത് ഒരു നല്ലൊരു വീഡിയോ ആളുകൾ ചിത്രീകരിക്കുക എന്നുള്ള ഇതിലാണ് ഞങ്ങളത് അതിനകത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് കുറേ ആലോചിച്ചു. രാത്രി കിടക്കുമ്പോൾ വരെ എങ്ങനെ ആലോചിക്കും, പുട്ട് എങ്ങനെ തള്ളാം, അതിനെങ്ങനെ കണക്ഷൻ കൊടുക്കുക, എത്ര ആളതിന് പുറകിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ വരെ ആലോചിച്ച്, ഏത് ദിവസം ഷൂട്ട് ചെയ്യണം, കാലാവസ്ഥ, അങ്ങനെ തുടങ്ങി നല്ലൊരു വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുക എന്നുള്ള വലിയൊരു സംഭവമാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 10-25 മില്യണോളം ആളുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ നല്ല അത്യാവശ്യം റീച്ചുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ അതായിരുന്നു ഏറ്റവും കഷ്ടപ്പാടും ഏറ്റവും ചെലവ് കൂടിയ വീഡിയോ ആയിട്ട്. ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു ടീം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പം ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. ഒരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി അത് വരൂ, അത് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ ആ ഒരു ടീം ഉള്ളത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ശരിക്കും? ടീം ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടീം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി പണിയെടുക്കാനും അത് സന്തോഷത്തോടെ വർക്ക് ചെയ്യാനുള്ള ടീമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരാൾ ജോലിക്ക് വന്ന അയാൾ 5 മണി പണിമാറി പോകും, ജോലി കഴിഞ്ഞ ആൾ പോകും. പക്ഷെ അങ്ങനത്തെ ആളെ കിട്ടിയതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ ശരിക്കും ഒരു 1 വീക്കോളം ഞങ്ങൾ അവിടെ ഈ പുട്ടുണ്ടാക്കുന്ന സ്ഥലത്തിന് സ്റ്റേ ചെയ്താണ്. ഇതിൻ്റെ സെറ്റിങ്സും പരിപാടികളൊക്കെ ആയിട്ടും ഇതിൻ്റെ ടെസ്റ്റ് നടത്താനായിട്ടും അങ്ങനെ ഒരു 1 വീക്ക് ഞങ്ങളവിടെ ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ 25 പേര് തമ്പടിച്ച് കിടന്നു. അങ്ങനെയൊക്കെയാണ് ഇത് ചിത്രീകരിച്ച്. ശരിക്കും ഇത് കാണാൻ വളരെ നിസ്സാരമാണ്. നല്ല കഷ്ടപ്പാടുണ്ട്. പുട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് അല്ലേ, അത് പെട്ടെന്നൊരടിക്ക് നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും.